ചെറുപ്പം മുതലേ സിംഹങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കാട്ടിലെ ശക്തൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് സിംഹത്തെയാണ്. അത് സിംഹമാണോ എന്ന് നോക്കിയാൽ അല്ല എന്നായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ഉത്തരം. പക്ഷെ നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചതും ഇപ്പോഴും അംഗീകരിക്കുന്നതും അത് സിംഹം തന്നെയാണെന്നാണ്. വേഗതയുടെ കാര്യത്തിലാണെങ്കിൽ ചീറ്റപ്പുലിയുണ്ട്. ശക്തിയുടെ കാര്യത്തിലാണെങ്കിൽ സിംഹമല്ല. അത് ഉയരത്തിന്റെ കാര്യത്തിലാണെങ്കിലും സിംഹമല്ല. ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണെങ്കിൽ പോലും അത് സിംഹമല്ല. എന്നിട്ടും കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നത് സിംഹമാണ്. എന്തുകൊണ്ട് സിംഹം കാട്ടിലെ രാജാവായി? എന്തുകൊണ്ട് സിംഹത്തെ കാണുമ്പോൾ മറ്റു ജീവികളെല്ലാം ഭയന്നോടുന്നു? ഇതൊരു കുഴപ്പിക്കുന്ന, ഒരുപാട് ചിന്തിപ്പിക്കുന്ന ചോദ്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ യുക്തിയുള്ളവർ പോലും അത് സിംഹമല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതായി കേട്ടിട്ടില്ല. നമ്മളെക്കാൾ വിവരമുള്ളവർ അത് തിരുത്തിയതായി കേട്ടറിവില്ല. എന്തുകൊണ്ട്? യെസ്, ഇറ്റ് ബിക്കോസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. സിംഹത്തിന് ഇവരെ ആരെയും ഭയമില്ല. സിംഹത്തിന്റെ മനസ്സിൽ താനാണ് ഏറ്റവും ശക്തനായ ജീവി. ഈ ഒരു മനോഭാവമാണ് അവനെ കാട്ടി രാജാവാക്കുന്നത്. അവൻ തിരിഞ്ഞോടാൻ തയ്യാറല്ല. എത്ര ശക്തൻ തന്റെ മുന്നിൽ വന്നാലും, എത്ര വലിയവൻ തന്റെ മുന്നിൽ വന്നാലും സിംഹം തിരിഞ്ഞോടില്ല. ഒരു കുട്ടിയോട് ഒരിക്കലും ഒരു ടീച്ചർ ചോദിക്കുകയാണ്, ഈ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് ആരാണെന്ന്. ഒരു നിമിഷം അവൻ മറ്റു കുട്ടികളെ നോക്കി. ടീച്ചറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി മറുപടി പറഞ്ഞു, ഈ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് താനാണെന്ന്. ഒരുപക്ഷെ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് പറയുമായിരുന്നു. അവന്റെ കണ്ണിൽ, അവന്റെ മനസ്സിൽ അവനാണ് ബെസ്റ്റ്. യെസ്, ഐ ആം ദ ബെസ്റ്റ്. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ള മനോഭാവമാണ് നമ്മുടെ എല്ലാ വിജയങ്ങളും നിർണ്ണയിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ഈസ് എ ലിറ്റിൽ തിങ് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. സിംഹം ഇരയെ പിടിക്കാൻ പോകുന്ന സമയത്ത് കൂടെയുള്ള മൃഗങ്ങൾ സിംഹത്തെ തള്ളി വീഴ്ത്താറുണ്ട്. പക്ഷെ സിംഹം ആ തള്ളി വീഴ്ത്തുന്നതിന്റെ പുറകെ ലക്ഷ്യം വെക്കാറില്ല. അതിനെ ആക്രമിച്ച് ഭക്ഷിക്കാറില്ല. അവൻ എന്താണോ ലക്ഷ്യം വെച്ചത് അതിന്റെ പുറകെ മാത്രമേ പോകാറുള്ളൂ. അതെ, അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളുടെ ലക്ഷ്യം ഒരു സിംഹത്തെ പോലെയാകണം. നിങ്ങളെ തള്ളി വീഴ്ത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം. തളരുന്ന നിമിഷങ്ങൾ ഉണ്ടാവാം. ഉയർത്തെഴുന്നേൽക്കണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഓടണം. ഒരിക്കലും സ്വയം വില കുറച്ച് കാണരുത്. നമ്മളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മളാണ് നമ്മുടെ വില തീരുമാനിക്കേണ്ടത്. നമ്മുടെ എതിരെ നിൽക്കുന്നവരെയല്ല, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെയല്ല. നിങ്ങളെ വിശ്വസിക്കുക, നിന്നെ വിശ്വസിക്കുക. നിന്റെ ആറ്റിറ്റ്യൂഡാണ് നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. കലിത്തുള്ളി മഴ പെയ്യുമ്പോൾ മറ്റു പക്ഷികൾ കൂടെ അണയാനായി ശ്രമിക്കും. ചില്ലകളിൽ സ്വയം ഒതുങ്ങും. പക്ഷെ പരുന്ത് അങ്ങനെയല്ല. അവൻ മഴത്തുള്ളികളെ എതിർത്ത് മേഘങ്ങൾക്ക് മുകളിൽ പറന്ന് ആ മഴയെ അതിജീവിക്കും. എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനോടുള്ള മനോഭാവമാണ് വിജയികളെ സൃഷ്ടിക്കുന്നത്. എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബ്രിങ്സ് മച്ച് ഗ്രാറ്റിറ്റ്യൂഡ്. തിങ്ക് പോസിറ്റീവ്. നമുക്ക് എങ്ങനെ ഉയരത്തിൽ പറക്കാം, എങ്ങനെ കൂടുതൽ ഉയരത്തിലേക്ക് പറക്കാം? ഇറ്റ് ഓൾ അബൌട്ട് ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ പ്രശ്നങ്ങളല്ല നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങളുടെ പ്രശ്നത്തോടുള്ള ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ പ്രശ്നം. തളർത്തുന്ന നിമിഷങ്ങൾ ഉണ്ടായിക്കോട്ടെ, വേദനിപ്പിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ, just change your attitude. Be the lion. Be the lion. If you have the attitude, no one and nothing can stop you. All the best, guys.